ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് ലൈവില് ആദില, നൂറ, അനുമോൾ ഇവർ തമ്മിൽ ഇന്നലെ ഫൈറ്റ് ആയതിനു ശേഷം പിണങ്ങി നടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നതേ ഇല്ല. എല്ലാം അവസാനിപ്പിച്ച മട്ടാണ്. ഫ്രണ്ട്ഷിപ്പും ഇല്ല, കോംബോയും ഇല്ല, ഒന്നുമില്ല. ഇനി ആ രീതിയിൽ നടക്കുകയായിരുന്നു. അപ്പൊ ഇവര് ഇങ്ങനെ ഈ പിണങ്ങിയിരിക്കുന്നത് കണ്ടിട്ട് അനീഷ് എന്ത് ചെയ്യുന്നു? അനീഷ് അനുമോളുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് ആദില ആ വഴി വരുമ്പോ അനീഷ് ആദിലയോട് പറയുന്നുണ്ട്, പഴയതുപോലെ ആയിക്കൂടെ നിങ്ങൾക്ക്? അനുമോൾക്ക് അനുമോളുടെ ഭാഗത്ത് ശരി, ആദിലയ്ക്ക് ആദിലയുടെ ഭാഗത്ത് ശരി. ഇന്നലെ അങ്ങനെ ആയിരുന്നു സാഹചര്യം. രണ്ടുപേരുടെ ഭാഗത്തും ശരികൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും ശരിയാണെന്ന് അനീഷ് പറയുന്നുണ്ട്. ഇന്നൊരു ഫ്രഷ് മോർണിംഗ് ആണ്. നിങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെ ആയിക്കൂടെ മുമ്പത്തെ പോലെ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നതെന്നാണ് അനീഷ് ചോദിക്കുന്നത്. ഞാനും ഷാനവാസും ഒക്കെ എത്രയോ തവണ വഴക്കിട്ടിരിക്കുന്നു. കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും തവണ വഴക്കുണ്ടായി. പക്ഷെ എന്ന് പറയുമ്പോൾ ആദില ഇടയ്ക്ക് ഒരു സംസാരിക്കുന്നുണ്ട്. ആദില പറയുന്നത് ഇതാണ്, ഏതൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്തെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി യൂസ് ചെയ്തു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള രീതിയിലൊക്കെയാണ് ആദില പറയുന്നത്. ഷാനവാസിക്ക് എപ്പോഴെങ്കിലും അനീഷേട്ടനോട് പറഞ്ഞിട്ടുണ്ടോ ഷാനവാസിക്കയുടെ എന്തെങ്കിലും കണ്ടിട്ടാണ് അനീഷേട്ടൻ കൂടെ നിൽക്കുന്നത് എന്ന്? അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ആദില. ഫ്രണ്ട്ഷിപ്പിലും റിലേഷനിലും ഒക്കെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കുന്നവരും ഉണ്ട്. ഞാനും നൂറൊക്കെ ആ രീതിയിലുള്ളവരാണെന്നാണ് ആദില പറയുന്നത്. പിന്നെ അനീഷ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എന്റെ ഭാഗത്താണ് ശരിയെന്നായിരിക്കും എന്റെ വിചാരം. അത് അങ്ങനെ സംഭവിച്ചു പോയതാണ്, നിങ്ങൾക്ക് ഇത് വിട്ടൂടെ എന്നുള്ള രീതിയിലൊക്കെ അനീഷ് സംസാരിക്കുന്നുണ്ട് ആദിലയുടെ അടുത്ത്. ഞാൻ എണീറ്റ് പോയിക്കോട്ടെ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് സംസാരിക്കുവോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ അനുമോളെ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഷാനവാസ് ആവരി വരുമ്പോഴാണ് ഇത് പറയുന്നത് കേട്ടോ. ഷാനവാസ് അവിടെ പോയി ഇരുന്നിട്ട് പിന്നെ എണീറ്റ് പോകുന്നുണ്ട്. പിന്നെ അനീഷ് ആണെങ്കിലും മടുത്തു. ഇവരോട് ആകുന്നത് കൺവിൻസ് ചെയ്തു. അനുമോളുടെ അടുത്തും പറയുന്നുണ്ടായിരുന്നു, നിങ്ങളിതൊന്ന് ഒത്തുതീർപ്പാക്കുക, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പിണങ്ങി നടക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ അനീഷ് എന്തൊരു മനുഷ്യനാണല്ലേ! എങ്ങനെയാണ് ഇങ്ങനെ ഈ രീതിയിൽ ഒരു ഗെയിം കളിക്കാനായിട്ട് പറ്റുന്നത്? പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ബിഗ് ബോസിനകത്ത് എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കാനായിട്ട് പറ്റുന്നത്? ഏതൊരാളെ കൊണ്ടും പറ്റുന്ന ഒരു രീതിയാണോ ഇത്? ആർക്ക് വേണേലും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു രീതിയാണോ? അതോ അനീഷ് ആയതുകൊണ്ടാണോ ഇങ്ങനെ? എന്തായാലും ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് ഒന്നും ഒരു സീസണിലും വന്നിട്ടില്ല കേട്ടോ. രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞിരിക്കുവാണെങ്കിൽ അതിനിടയ്ക്ക് കയറി നിന്ന് അതിനകത്ത് എണ്ണ ഒഴിച്ച് അവർക്ക് എന്തുണ്ടാക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും പൊതുവെ എല്ലാവർക്കും ഉണ്ടാവുക. ബട്ട് അനീഷ് ഇസ് ഡിഫറെന്റ്. അനീഷ് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. അതാണ് നമ്മൾ ഇന്നാണെങ്കിലും ലൈവിനകത്ത് കണ്ടത്. ആദിലയുടെ അടുത്തും അനുമോളുടെ അടുത്തും പോയിരുന്ന് ഇങ്ങനെ ഈ ഒരു കാര്യം പറയേണ്ട എന്താവശ്യമായിരുന്നു അനീഷിന് ഉണ്ടായിരുന്നതെന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ല. പക്ഷെ അത് ആ മനുഷ്യന്റെ ക്വാളിറ്റിയാണ്, നല്ല വശമാണ് അത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും